അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പിന്നിടുന്ന അഡ്വക്കേറ്റ് പി വി പ്രകാശിന് ആദരവ് നൽകി. വൈക്കം ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എബ്രഹാം മാത്യു ഉദ്ഘാടനം ചെയ്തു. വൈക്കം ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പിന്നിടുന്ന അഡ്വക്കേറ്റ് പി വി പ്രകാശിനെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എബ്രഹാം മാത്യു നിർവഹിച്ചു. തീർച്ചയായിട്ടും വൈക്കം കോടതിയെ കുറിച്ച് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നത് മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള അഭിഭാഷകർ നല്ലതുപോലെ പഠിച്ച് കേസ് നടത്തുന്നവരായിരുന്നു. ജൂനിയേഴ്സ് ആണെങ്കിലും ശരി, സീനിയേഴ്സ് ആണെങ്കിലും ശരി, എല്ലാവരെ കുറിച്ചും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ന്യായാധിപന്മാർക്കും നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. പ്രകാശൻ സാറിനെ ഞാൻ ഇന്ന് ഓർക്കുന്നു. അദ്ദേഹം എത്ര ഉണർവോടുകൂടിയാണ്, എത്ര പ്രസരിപ്പോടുകൂടിയാണ് ക്രിമിനൽ കോടതിയിലും സിവിൽ കോടതിയിലും പോയിക്കൊണ്ടിരുന്നത്. ക്രിമിനൽ സിവിൽ കേസുകളിൽ ഏറെ തിരക്കുള്ള അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് പി വി പ്രകാശന്റെ വശ്യമായ പെരുമാറ്റം അഭിഭാഷകർക്കൊക്കെ മാതൃകയായിരുന്നെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈക്കം കോടതി അങ്കണത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ അധ്യക്ഷനായി. യോഗത്തിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജി എ വി നാരായണനെയും അഡ്വക്കേറ്റ് പി വി പ്രകാശനെയും ഉപഹാരം നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് എസ് എൻ ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് ഡി സുഭാഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, മജിസ്ട്രേറ്റ് അർച്ചന കെ ബാബു, മുൻസിഫ് അഭിനിമോൾ രാജേന്ദ്രൻ, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വി ബി മായ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അഡ്വക്കേറ്റ് പി വി പ്രകാശൻ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ കലാപരിപാടികളും ഇഫ്താർ വിരുന്നും നടത്തി. ന്യൂസ് ബ്യൂറോ, വൈക്കം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.